നമ്മുടെ ഈ സൺഡേ നൂൽപുട്ടും ചിക്കൻ കറി ആക്കിയാലോ? എന്തായിരിക്കും? ചിക്കൻ കറിയും നല്ല ചൂട് നൂൽപുട്ടും നല്ല കോമ്പിനേഷനായിട്ട് എത്ര കഴിച്ചാലും മതിയാവില്ല, അത്ര രുചിയാണ് ഇതിന്. ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ മാവെന്ന് വെച്ചാൽ സാധാ നൂലപ്പത്തിൻ്റെ മാവ് തന്നെയാണ് കേട്ടോ. അതായത് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് നൂലപ്പത്തിൻ്റെ നൈസ് പൊടിയില്ലേ, അതെടുത്തിട്ട് കുഴച്ച് വയ്ക്കണം. പിന്നെ നമ്മുടെ നൂലപ്പം ഉണ്ടാക്കണ അച്ചിൽ വലിയ ചില്ലിട്ടിട്ടാണ് ഉണ്ടാക്കണേ. അതിന് ഒരു പാത്രത്തിൽ നമ്മൾ ആദ്യം തന്നെ പൊടി തൂക്കിയിട്ട് ഈ അച്ചിലിങ്ങനെ തിരിച്ചിട്ട് നൂലുകൾ ഉണ്ടാക്കിയിട്ട് ആ നൂലുകൾ വേർതിരിച്ചെടുക്കുക. പൊടി വിതറുന്നത് ഒട്ടി പിടിക്കാണ്ടിരിക്കാനാണ്. പൊടി വിതറിയിട്ട് നമ്മൾ വേർതിരിച്ചെടുത്തിട്ട് അങ്ങനെ ഒന്നിച്ച് വേഗം വേഗം ചെയ്യാൻ പറ്റും കേട്ടോ. വേഗം എളുപ്പമാണിത്. വേഗം എന്താ വെച്ചാൽ അച്ചിൽ നിന്ന് വേഗം വലിയ ചില്ലായതുകൊണ്ട് വേഗം വരും കേട്ടോ. അപ്പോൾ ഒപ്പം തന്നെ നമുക്ക് അവിടെ ഈ തേങ്ങ ചിരകി വയ്ക്കണം. തേങ്ങ ചിരകിയതുണ്ടാവും. പിന്നെ നമ്മൾ പുട്ട് വേവിക്കാനുള്ള പാത്രമില്ലേ, അത് ചൂടാക്കാൻ വയ്ക്കുക, വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കുക. എന്നിട്ടത് സ്റ്റീം ആവുമ്പോൾ നമ്മുടെ ആ കണയിലേക്ക് തേങ്ങ ഇട്ട് സാധാ പുട്ടുണ്ടാക്കണ പോലെ ഇതിലേക്ക് ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചതില്ലേ, അതിലേക്ക് നിറയ്ക്കും. ഇത് തേങ്ങ ഇടണം കേട്ടോ. ഒരു പകുതി ആകുമ്പോൾ തേങ്ങ ഇട്ട്, തേങ്ങ എന്താ വെച്ചാൽ തേങ്ങയും ഇതും നല്ല നല്ല ടേസ്റ്റാണ്. വെറുതെ കഴിക്കാൻ തന്നെ നല്ല രുചിയാണിത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ചില നാട്ടുകളിൽ നൂൽപുട്ടെന്ന് പറയണത് നൂലപ്പത്തിന് തന്നെയാണ്. പക്ഷെ ഇവിടെ ഞാൻ നൂൽപുട്ടെന്നുണ്ടോ പറയണേ. ചിലവർ മണിപ്പുട്ടെന്നും പറയുന്നുണ്ടെന്ന് തോന്നണം ഇതിനെ. അറിയില്ല കറക്റ്റ് പേര്. വേറെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ പറയണേ. പിന്നെ നമ്മൾ സാധാ നൂലപ്പം എന്നും ഞങ്ങൾ ഇടിയപ്പം എന്നൊക്കെ അതിനെ പറയണ കേട്ടോ. സാധാ നൂലപ്പില്ല, ചെറിയ അച്ചിൽ ഉണ്ടാക്കണതിന്, ചെറിയ ചില്ലിട്ടുണ്ടാക്കണതിന്. ഇതിങ്ങനെ വേഗം ഇങ്ങനെ കണ്ടോ, ഇത് വേഗം ആവട്ടോ. പിന്നെ നമ്മളെല്ലാവരും കൂടി നേരിട്ട് ഇതിലേക്ക് ഇടുന്നില്ലേ, അതായത് പുട്ടിൻ്റെ കണയിലേക്ക് നേരിട്ട് നമ്മൾ സ്റ്റീം ചെയ്തിട്ട് ഒപ്പം തന്നെ അതിലിങ്ങനെ ആ ഹോളിൽ കൂടെ തന്നെ നമ്മൾ ഇങ്ങനെ തിരിച്ച് ഓൺ ദ സ്പോട്ടിനുണ്ടാക്കും. പക്ഷേ ഈ പൊടി ഇടില്ലേ, നമ്മുടെ പച്ചപ്പൊടി, ആ തൂവിട്ട് ആ പൊടിയുടെ ടേസ്റ്റും കൂടി വരുമ്പോഴാണ് ഒരു പ്രത്യേക രുചി വരണേ. എന്താ വെച്ചാൽ ഞാൻ രണ്ടും ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളും രുചി വരുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. മറ്റേതെന്ന് പറയുന്നത് നേരിട്ട് ഇത് വന്നിട്ട് സാധാ, അതായത് നൂലപ്പത്തിന് കനം കൂടി എന്നുള്ളൊരു വ്യത്യാസമാണ്. പക്ഷേ ഇതിങ്ങനെ വരുമ്പോൾ ആ പച്ചപ്പൊടിയുടെയും ഒരു പ്രത്യേക രുചി വേറെ എക്സ്ട്രാ വരുന്നുണ്ട്. കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണത് തന്നെയാണ് കേട്ടോ നല്ലത്. ടൈമൊന്നും എടുക്കില്ല. എന്താ വെച്ചാൽ നൂലപ്പത്തിന് എന്ന് വെച്ചാൽ വേഗം വരാനൊക്കെ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ളൊരിത് വരുമ്പോൾ ഇതിന് അങ്ങനെയൊന്നുമില്ല. വേഗം വരാൻ നമുക്ക് എല്ലാ പണികളും വേഗം തീരും. പിന്നെ ചിക്കൻ കറി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. അത്ര രുചിയിൽ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നല്ല തിക്ക് ഗ്രേവിയിൽ ഉണ്ടാക്കി ഇതും കൂടി നല്ല കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ. തമാശ പറയട്ടെ, ഈ നൂൽപുട്ടും ചിക്കൻ കറിയും അത് രണ്ട് കുടുംബങ്ങൾ പോലെ, അതായത് ഒരു വിവാഹത്തിൽ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ചേരുന്നതല്ലേ ഒരു വിവാഹം പോലെ, അതുപോലെ തന്നെയായിട്ട് നൂൽപുട്ടും ചിക്കൻ കറിയും. ഇവർ രണ്ടുപേരും പരസ്പരം നല്ല സ്നേഹത്തോടെ ഇരിക്കും. പക്ഷേ വിവാഹത്തിലെന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഡൈവോഴ്സ് ഉണ്ടാവും. പക്ഷേ നൂലപ്പത്തിനും ഈ ചിക്കൻ കറിയുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതെന്ന് വെച്ചാൽ അത്ര കണ്ട് നല്ല കോമ്പിനേഷൻ, ഇതൊരിക്കലും വേർതിരിഞ്ഞ് വരില്ല. അത്ര കോംബോ ആയിട്ടാണ് കേട്ടോ. ഇനി ചിക്കൻ കറിക്ക് ഞാൻ മസാല ആദ്യം തന്നെ ചൂടാക്കി ചിക്കനിലൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടി ചെയ്യാനുണ്ട്. ഇവിടെ എല്ലാ പൊടികളും ഇട്ടിട്ട് ചെയ്തിട്ട് സാധാരണ നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ മസാല, ഞാൻ ഈ ഗരം മസാലയില്ലേ, അത് പാക്കറ്റല്ല, നമ്മളിങ്ങനെ പൊടി ഇങ്ങനെ ഗരം മസാലയുടെ പൊടിക്കാത്ത പാക്കറ്റില്ല, അത് വാങ്ങിയിട്ട് പൊടിച്ചതാണ് കേട്ടോ. ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് ചൂടാക്കി ഇത്തിരി വേപ്പിലയും കൂടി ഇട്ടിട്ട് ചൂടാക്കിയിട്ട് അത് മിക്സ് ചെയ്യാൻ വയ്ക്കും കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ആ മിക്സിങ്ങിൽ നമ്മൾ അതുപോലെ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്ത് അതിലിടും കേട്ടോ. പിന്നെ ചിക്കൻ കറിക്ക് പ്രത്യേകിച്ചൊന്നും ഞാൻ പറയണില്ല. എന്താ വെച്ചാൽ എല്ലാവർക്കും അത്യാവശ്യം നന്നായിട്ട് അറിയാം. ചിക്കൻ കറി എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. നല്ല ടേസ്റ്റിൽ എല്ലാവർക്കും വയ്ക്കാനും അറിയാം. അപ്പോൾ ഞാൻ വേറെ ഒന്നും പറയാം. പിന്നെ ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞാൻ സവാളയൊക്കെ വരട്ടണത് വേറെ ഇതില്ലേ, അതിങ്ങനെ വരട്ടി വരുമ്പോഴേക്കും ഇത് സെറ്റായിട്ടുണ്ടാവും. അങ്ങനെയാണ് ചെയ്യണേ. പിന്നെ സവാളയൊക്കെ വരണ്ടു, പിന്നെ തക്കാളി ഇട്ടു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇടണേ. ചിക്കൻ കറിയാണ്ട് ഇതിൻ്റെ വലിയൊരു കോമ്പിനേഷൻ നൂൽപുട്ടിൻ്റെ. ഇപ്പോൾ ചിക്കൻ കറി ഇല്ലാണ്ട് നൂൽപുട്ട് കഴിക്കുകയാണെങ്കിൽ വൈഫൈ ഇല്ലാത്ത ഫോൺ പോലില്ലേ, ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്തൊരു കണക്കില്ല അങ്ങനെ. അതേ ഇപ്പോൾ മുട്ടക്കറിയൊക്കെ ഉപയോഗിക്കാം, അതിന് ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ചിക്കൻ കറികൾ ഉപയോഗിക്കും, അത് കഴിച്ചവർക്ക് അറിയാം, അത് അത്രയും രുചിയാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണേ.
പൊറോട്ടയും ചിക്കൻ കറിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മലയാളികൾ വലിയ ഇതിൽ പറയില്ല നമ്മൾ. പക്ഷെ ഇത് കഴിച്ചാൽ നമ്മൾ അതിനെയൊക്കെ മാറ്റിയെടുത്തും. പൊറോട്ടേനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഔട്ടാക്കും. എന്ന് വെച്ചാൽ പൊറോട്ട കഴിക്കണതും വലിയ ഇതില്ല, ടേസ്റ്റിന് അതിനെയൊക്കെ വെല്ലും, അത്ര രുചിയാണ് ഇതിന്. ഈ നൂൽപുട്ട് ഞാൻ ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്. ഇവിടെ ചേട്ടൻ്റെ വീട്ടിൽ ഇവിടെ അമ്മയൊക്കെ വന്നടിക്ക് അമ്മ പഠിപ്പിച്ചതാണ്. അമ്മ ഇങ്ങനെ ചെയ്യാൻ അമ്മ ടി വി കണ്ട് അങ്ങനെ പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ സെർവ് ചെയ്യാം, അത്ര രുചിയാണ് കേട്ടോ. എല്ലാവരും ചെയ്തിട്ട് ഈ സൺഡേ എല്ലാവരും ചെയ്ത അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതുണ്ടാക്കി കഴിച്ചിട്ടുള്ള അഭിപ്രായം എല്ലാവരും കമൻറ്റിൽ പറയണേ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്